ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പിജിയണിൻ്റെ മാനുവൽ ചോപ്പറാണ്. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചോപ്പർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ടല്ല വാങ്ങിയത്, ഞാനിത് കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ കടയിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 1295 നമ്മളിത് 750 രൂപയ്ക്കാണ് മേടിച്ചത്. ഇതിൽ നമുക്ക് ഗിയർ, ഫസ്റ്റ് ഗിയർ, ലോ സ്പീഡ്, ഫോർത്ത് ഗിയർ, ഹൈ സ്പീഡ് എന്ന് പറഞ്ഞ 2 ഗിയർ ഉണ്ട്. അപ്പൊ ഞാനിത് പ്രൊഡക്റ്റ് കാണിച്ചു തരുന്ന സമയത്ത് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് എന്തൊക്കെ ചോപ്പ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ചോപ്പ് ചെയ്യാം. പിന്നെ ബട്ടർ, മിൽക്ക് ഷേക്ക് ഒക്കെ നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നെ ആട്ട കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് സവാള നമുക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും ഈ ഒരു ചോപ്പർ ഉപയോഗിച്ചിട്ട്. അപ്പൊ ഞാനിതില് 2 ഐറ്റംസ് അരിഞ്ഞെടുക്കുന്നത് ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്. ഇത് കണ്ടല്ലോ. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനത് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഗിയർ. ഇതാണ് ഫോർത്ത് ഗിയർ. ഇതാണ് സെക്കൻഡ് ഗിയർ. സെക്കൻഡ് ഗിയർ നല്ല കൂളായിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാം കേട്ടോ. ഫോർത്ത് ഗിയർ ഇത്തിരി പാടാണ്, എന്നാലും നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇത് വന്നിട്ട് ഇതിന്റെ സൈഡിൽ നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതാണ്. ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാളയൊക്കെ നമുക്ക് അരിയാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതുവഴിയാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബ്ലേഡ് ഉണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട്, ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതായത് കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക്, ബട്ടർ മിൽക്ക്, അതുപോലെ തന്നെ നമുക്ക് മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കതാ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് ആട്ടയൊക്കെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ചപ്പാത്തിക്ക് നമുക്ക് ആട്ട കുഴച്ചെടുക്കാനായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് പറ്റും കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന, ഇതിൽ തന്നെ വരുന്ന ഒരു ബ്ലേഡ് ആണ് ഇത്. അപ്പൊ ഞാൻ ഇതിൽ എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, അപ്പൊ ഇതിലെങ്ങനെയാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ബ്ലേഡ് പോലെ വരുന്നുണ്ട്. കാണാൻ പറ്റുമോന്ന് അറിയില്ല. ചെറിയ ബ്ലേഡ് പോലെ വരുന്നുണ്ട്. അത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ, പൊട്ടറ്റോ ഒക്കെ നീളത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബ്ലേഡ് വെച്ച് സാധിക്കും കേട്ടോ. അതുപോലെ ക്യാരറ്റ് ഒക്കെ നീളത്തിൽ ചെറുതായിട്ട് അരിയാനൊക്കെ നമുക്ക് ഈ ഒരു ബ്ലേഡ് വെച്ച് സാധിക്കും. അപ്പൊ ഞാൻ ഇതിൽ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളതും കൂടെ കാണിക്കാവേ. അപ്പൊ ഞാൻ ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും കൂടെ നമ്മൾ ഈ ഒരു ചോപ്പറിലിട്ട് അരിയാനായിട്ട് പോവുകയാണെ. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ബ്ലേഡ് കംപ്ലൈന്റ് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ പീസൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. നമുക്കതൊന്ന് മൂടി വെക്കാം. ഇതിൽ നമുക്ക് പിടിയൊക്കെ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മളിത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് വേണം ആദ്യം ഒന്ന് നമ്മൾ കറക്കിയെടുക്കാനായിട്ട്. അതങ്ങനെ ചെറുതായിട്ട് നമ്മൾ കറക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഒന്ന് കറങ്ങി ഒന്ന് സെറ്റായി വന്നു കഴിയുമ്പോൾ നമുക്കത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമുക്ക് കറക്കിയെടുക്കാം കേട്ടോ. ഒത്തിരി ബലം പ്രയോഗിക്കേണ്ടതായിട്ട് വരും. സെക്കൻഡ് ഗിയറിലൊന്ന് വെച്ച് നോക്കാം. സെക്കൻഡ് ഗിയറിൽ ഇടാറായിട്ടില്ല കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ തന്നെയിട്ട് ഒന്ന് കറക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കറങ്ങിയത് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് സെക്കൻഡിലേക്ക് കൊടുക്കാം. സെക്കൻഡല്ല, ഫോർത്തിലിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ സെക്കൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കറക്കി നോക്കാം. ശരിയാവോന്ന് അറിയില്ല. നമുക്ക് ഇച്ചിരി ബലമൊക്കെ പിടിക്കേണ്ടതായിട്ട് വരും. എന്നാലും നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. കണ്ടോ,
അത് നന്നായിട്ട് കുറച്ചു നേരം നമുക്കിത് 4th ഗിയറിലിട്ട് നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാനിത് അരിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പൊ നമ്മളിത് നന്നായിട്ട് അരിഞ്ഞൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിത് നല്ല ഈസി ആയിട്ട് കറക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അതാ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. കണ്ടോ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതാ നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. കണ്ടോ, നമുക്കിതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും നമുക്കിതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കാനായിട്ട്. 5-10 മിനിറ്റ് വേണം കേട്ടോ. 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, നന്നായിട്ട് അരിഞ്ഞെടുക്കും. അപ്പൊ അതാ ബീട്രൂട്ട് ക്യാരറ്റ് നമ്മളിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സവാള എങ്ങനെയാണ് അരിയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ ഞാൻ പാത്രം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ 2 സവാളയാണ് അരിയാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിലേക്ക് ഈ ഒരു ഇതെടുത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെച്ച് അടച്ച് വെക്കാം. അപ്പൊ നമ്മൾ സവാള അരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇത് നമ്മൾ ഇതിൽ വെക്കണം. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിലേക്ക് ഇറക്കി വെക്കണം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് അടയ്ക്കാം. മൂടി വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് സവാള ഇങ്ങനെ വെച്ച് കൊടുക്കാം. സവാള നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഈ ഒരു ക്യാപ്പ് വെച്ച് അടയ്ക്കാം. ശേഷം നമുക്കതിങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ സവാള എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്ക് സവാള അരിഞ്ഞതിന് ശേഷം കാണാം. അപ്പൊ ഈ ഒരു ബ്ലേഡ് വെച്ച് അരിഞ്ഞതാണ് ഇത്. സവാളക്കൊരു പുരാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്ലൈസ് ആയിട്ട് എങ്ങനെ അരിയുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കതാ ഈ ഒരു ബ്ലേഡ് നമുക്ക് ഇവിടുന്ന് മാറ്റാം. അപ്പൊ ഈ ഒരു ബ്ലേഡ് നമ്മൾ മാറ്റി ഇതിങ്ങനെ തിരിച്ചു വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്കത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാ നമ്മൾ സെറ്റ് ചെയ്യുവാണേ. അതിനുശേഷം ഗിയർ വെച്ച് കൊടുക്കാം. സവാള വെച്ച് കൊടുക്കാം. അപ്പൊ സവാള ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. നമുക്കതൊന്ന് അരിഞ്ഞു നോക്കാം. നമുക്ക് ഈ സവാളകളെല്ലാം അരിഞ്ഞെടുക്കാം. സവാളകളെല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്ക് കാണാവേ. അപ്പൊ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം, എടുത്ത് നോക്കാം. അപ്പൊ സവാളയൊക്കെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുക്കുന്ന രീതിക്കനുസരിച്ച് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അതാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത്. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലികൾ എളുപ്പമാക്കി തരും. കണ്ടില്ലേ, സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എന്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.